8-ാം ദിവസം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കുർബാന കൂടിയിട്ട് കാലം ഇശിയായി. പതിവിന് വിപരീതമായി ഹാരിൻ ഇന്ന് നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. കുർബാന തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഹാരിന്റെ ഫോക്കസ് ഏതോ ഒരു ചെറുക്കനിലുടക്കി. ഹാരിന്റെ കൊഞ്ചിക്കലും ഉമ്മവയ്ക്കലും കണ്ട് പയ്യനാകെ ഇളിപ്പിനായിരിക്കുകയാണ്. ഹാരിന്റെ സ്നേഹപ്രകടനം അതിര് കടക്കുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ. കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിൽ ഒരു വിസിറ്റ് നടത്തി തിരികെ വീട്ടിലേക്ക്. ഷൈനി അടുക്കളയിൽ തിരക്കിട്ട കുക്കിങ്ങിലാണ്. ടാനി വിളിക്കുന്നത് കേട്ട് ഇപ്പോൾ ഞാനും അമ്മയെ പേരെടുത്താണ് വിളിക്കുന്നത്. തൊടിയിലെ വാഴയില കീറി അതിൽ നൂലപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഷൈനി. നൂലപ്പം അലിയാസ് ഇടിയപ്പം. ആവി കയറ്റി പാകമായ ഇടിയപ്പം ഓരോന്നായി പ്ലേറ്റിലേക്ക് തട്ടുന്നു. പ്രഭാത ഭക്ഷണം റെഡി. ഉച്ചയ്ക്ക് ചോറും ബീഫും തോരനും എല്ലാം അകത്താക്കി ഞാനൊന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടോടെ എറണാകുളത്തെത്തി. രാത്രി 9:30-ക്കാണ് ഗോവയ്ക്കുള്ള ട്രെയിൻ. അതിനു മുമ്പ് പോളക്കുളത്ത് ഒന്ന് കയറി ചാർജായി. ദേ വരുന്നു ഡിജോയും ജെയിനും. 3 വർഷം കഴിഞ്ഞാണ് രണ്ടിനെയും കാണുന്നത്. ഞങ്ങൾ 2 ബീറും പിടിപ്പിച്ച് ദേ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ട്രെയിനിന്റെ പേര് ദുരന്തം, പക്ഷെ പേരിൽ മാത്രമേ ദുരന്തമുള്ളൂ. ഈ ട്രെയിൻ ഇനി കോഴിക്കോടും മംഗലാപുരത്തും മാത്രമേ നിർത്തുള്ളൂ. 3ാമത്തെ സ്റ്റോപ്പ് മഡ്ഗൗൺ ആണ്. എന്റെയും ഡിജോയുടെയും AC കമ്പാർട്ട്മെന്റിലെ കന്നിയാത്രയാണ്. പുത്തൻപണക്കാരൻ ജെയിൻ ഇപ്പോൾ AC-യിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. AC കമ്പാർട്ട്മെന്റിൽ പെരുമാറേണ്ട ചിട്ടവട്ടങ്ങൾ ജെയിൻ പഠിപ്പിച്ച പ്രകാരം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓട് സ്ലാമി.